രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അവസാന സ്ഥാനത്തുള്ള ചെന്നൈക്കൊപ്പം തന്നെയാണ് അവരുടെ പോയിന്റ് നില. 10 പോയിന്റ് അവർ തികച്ചിട്ടില്ല. 4 മത്സരങ്ങളാണ് ആകെ ജയിച്ചത്. 10 മത്സരങ്ങൾ അവർ തോൽക്കുന്നു. കഴിഞ്ഞ സീസൺ മുതൽ തന്നെ അവരുടെ റിട്ടൻഷൻ ലിസ്റ്റൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജോസ് ബട്ട്ലർ നിലനിർത്താത്തത് വലിയ ചർച്ചയായിരുന്നു. അവർ റിട്ടൈൻ ചെയ്ത താരങ്ങളിൽ സഞ്ജു ജയ്സ്വാൾ, അതുപോലെ തന്നെ ധ്രുവ് ജുറൈൽ, റിയാൻ പരാഗ്, ഹെഡ്മേറിനെയാണ് അവർ ആകെ നിലനിർത്തിയൊരു വിദേശ താരം. പിന്നെ സന്ദീപ് ശർമ്മയാണ്. അപ്പോൾ ഹെഡ്മേറിനെ നിലനിർത്തിയത് വലിയ ചർച്ചയായത് അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടോട് കൂടിയാണ്. അന്നാണ് ജോസ് ബട്ട്ലർ അപ്പുറത്ത് ഗുജറാത്തിൽ പോയിട്ട് മികച്ച ഫോമിൽ കളിക്കുന്നു. ഒരു ഓറഞ്ച് ക്യാപ്പ് റേസിലൊക്കെ അദ്ദേഹം IPL പകുതി വരെയൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. പിന്നെ അവസാനമൊക്കെ അദ്ദേഹം 500 റൺസൊക്കെ തികക്കുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിന് വേണ്ടി ജോസ് ബട്ട്ലർ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് 11 കോടി മുടക്കിയിട്ട് ഹെഡ്മേർ നിലനിർത്തിയ സമയത്ത് അദ്ദേഹം ആകെപ്പാളിപ്പോകുന്നു. പല മത്സരങ്ങളിലും പിന്നെ ഒരു ഫിനിഷർ റോളിലൊക്കെ വന്ന് അവതരിക്കേണ്ട ഒരു മനുഷ്യൻ അദ്ദേഹം പാളിയത് കൊണ്ട് മാത്രം അത് റിസൾട്ടുകളിൽ വരെ പ്രതിഫലിക്കുന്നത് മത്സരങ്ങൾ നാരോ മാർജിനിലാണ് പരാജയപ്പെട്ടിരുന്നത്. അതെ, അപ്പോൾ അതൊരു ഫിനിഷർ അവിടെ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടാണല്ലോ അത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ പോകണം. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രവീന്ദ്ര ജഡേജ വരുന്നു. അപ്പോൾ ജഡേജയുടെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇപ്പം അന്തരീക്ഷത്തിലുണ്ട്. ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറുമോ എന്നുള്ളത്. അത് പറയുന്ന സമയത്ത് തന്നെ 2022 അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കണം. ചെന്നൈയുടെ തലപ്പത്ത് വന്ന സമയത്ത് അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു. പിന്നെ മിഡ് സീസണിൽ ധോണിക്ക് വെച്ച് കൈമാറുന്നതാണ് കണ്ടത്. അപ്പോൾ ജഡേജ ചോദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. ഇത്തവണ രാജസ്ഥാൻ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപിടി താരങ്ങളുണ്ട്. അതിൽ ഒന്നാമത് തന്നെ നമുക്ക് ഹെഡ്മേറിൻ്റെ പേരെണ്ണാൻ സാധിക്കും. സമ്പൂർണ്ണ പരാജയമായിരുന്നു ഹെഡ്മർ എന്നുള്ളതാണ്. മറ്റൊന്ന് തുഷാർ ദേശ്പാണ്ഡെയാണ്. തുഷാർ ദേശ്പാണ്ഡെ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവരുന്നത്. ഒരു 6 കോടി 6.5 കോടിയൊക്കെ മുടക്കിയിട്ട്.